പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തെപ്പറ്റി ഇനി പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അത്രയധികം പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും ചില ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, ഉംബർട്ടോ എക്കോ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള ഇറ്റലിക്കാരൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ അപഗ്രഥനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ അപഗ്രഥനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെയാണ് അപഗ്രഥനം ചെയ്യുക. പക്ഷേ ഉംബർട്ടോ എക്കോ അതിൻ്റെ ശൈലിയെയാണ്, അതെങ്ങനെയാണ് എഴുതപ്പെട്ടത് എന്നതാണ് അന്വേഷിച്ചത്. അപ്പോൾ ഉംബർട്ടോ എക്കോ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉച്ചസ്ഥായിയിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ഇവിടെ ശ്യാം പറഞ്ഞ പോലെ ഇങ്ങനെ പതുക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ പതിഞ്ഞ് തുടങ്ങി ഉച്ചസ്ഥായിയിൽ എത്തുന്നതിന് പകരം ഇത് ഉച്ചസ്ഥായിയിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ യൂറോപ്പിനൊരു ഭൂതം പിടികൂടിയിരിക്കുന്നു എന്ന് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാചകത്തോടു കൂടിയിട്ടാണ് തുടങ്ങുന്നത്. ഏതാണ്ട് അതേ മട്ടിൽ തുടങ്ങുന്ന ഒരു പുസ്തകമാണ് ഈ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ ഒരു ഏതാനും വാചകങ്ങൾ, ഈഴവർ കേരളത്തിൽ 25 ലക്ഷമുണ്ട്. ഇത് കൊച്ചി രാജ്യത്തിലെ ജനസംഖ്യയുടെ ഏകദേശം ഇരട്ടിയും തിരുവിതാംകൂറിലേതിൻ്റെ പകുതിയോടടുത്തതുമാകുന്നു. ഈ സംഖ്യ ശക്തന്മാരായ സിക്കുകാരുടേതിൽ പകുതിയും ധനാഢ്യരായ പാഴ്സികളുടെ ഏകദേശം 25 ഇരട്ടിയും ഇന്ത്യൻ ക്രിസ്ത്യാനികളുടെ 1/3 ഭാഗവും കൂടിയാണ് എന്ന് പറഞ്ഞ് വലിയ ആത്മവിശ്വാസം സ്ഫുരിപ്പിക്കുന്ന, എന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാരല്ല ഇടവർന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് ഇങ്ങനെ ഉച്ചസ്ഥായിയിൽ തുടങ്ങുന്ന ഒരു പുസ്തകം ഉണ്ടാകണമെങ്കിൽ, ആ ഉച്ചസ്ഥായി ഉണ്ടാവണമെങ്കിൽ അതിനനുസൃതമായ ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ഈ ഉച്ചസ്ഥായി കൈവരുന്നത് എന്ന് പറയുന്ന ചോദ്യത്തെയാണ് നമ്മൾ ആദ്യം അഭിസംബോധന ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ അഭിസംബോധന ചെയ്യുമ്പോൾ 1914 ആകുമ്പോഴേക്കും ജാതി നിർണയവും ജാതി ലക്ഷണവും നാരായണ ഗുരു എഴുതുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജാതിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു വെളിപാട് ആ 2 കവിതകൾ ഉണ്ടാവുന്നുണ്ട്. അതുവരെ നാരായണ ഗുരു പറഞ്ഞിരുന്നത് ജാതി പോണം, ജാതി ഇല്ലായ്മ ചെയ്യണം, ജാതി നിർമ്മാർജ്ജനം ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ 2 കവിത വരുമ്പോൾ ജാതി ഇല്ല എന്നാണ് കണ്ടുപിടിക്കുന്നത്. ജാതി ഇല്ല, അത് വലിയ കണ്ടുപിടുത്തമാണ്. എന്ന് പറഞ്ഞാൽ ജാതി പോകണം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സാധനം ഉണ്ട്, അത് പോകണം എന്നാണ്. ജാതി ഇല്ല എന്ന് കണ്ടുപിടിക്കുകയാണ്. മാത്രമല്ല കവിതയുടെ പ്രത്യേകത, ജാതി നിർണയത്തിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഈ സ്വതന്ത്ര സമുദായം വായിച്ചാൽ അറിയാം. സ്വതന്ത്ര സമുദായം തീയ യുവജന സംഘത്തിൻ്റെ സമ്മേളനത്തിൽ നടത്തുന്ന പ്രസംഗമാണ്, യഥാർത്ഥത്തിൽ പട്ടണക്കാട് വെച്ച് നടത്തിയ പ്രസംഗമാണ് ഈ പുസ്തകമാവുന്നത്. ഇത് വായിച്ചാൽ അറിയാം, ഒരു സമുദായത്തോടാണ് സംസാരിക്കുന്നത്. ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു സമുദായത്തിലെ അംഗങ്ങളോടാണ് സംസാരിക്കുന്നത്. ആ എഴുത്താണ് ഈ എഴുത്ത്. എന്ന് പറഞ്ഞാൽ അതിന് പുറത്തുള്ള മനുഷ്യരെ അല്ല അഡ്രസ്സ് ചെയ്യുന്നത്, മറിച്ച് കൂടെ നിൽക്കുന്ന ഒരേപോലെ സഹനം, ഒരേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്ന ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പാർട്ടി ഇപ്പോൾ ഇന്നത്തെ സ്ഥിതിയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പാർട്ടികൾക്കുള്ളിൽ സംസാരിക്കുന്ന പോലെയാണത്. പക്ഷേ ജാതി നിർണയത്തിൽ ആദ്യത്തെ ശ്ലോകം സംസ്കൃതത്തിലാണ് തുടങ്ങുന്നത്. പക്ഷേ അത് മലയാളത്തിലാണ് ബാക്കി ഭാഗം വരുന്നത്. എന്ന് പറഞ്ഞാൽ 2 ഭാഷകളിൽ ഒരു കവിത എഴുതപ്പെടുക. അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സംസ്കൃതത്തിലെ ഭാഷ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ജാതി കൊണ്ട് നടക്കുന്ന, ജാതി ഉണ്ടാക്കിയ ആൾക്കാരോട് ആണ് സംസ്കൃതത്തിലെ ഭാഷ സംസാരിക്കുന്നത്. മറ്റ് ഭാഗം ബാക്കിയുള്ളവരോടാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യരോടും സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമം, അല്ലെങ്കിൽ ഒരു മലയാളിയെ ശ്യാം പറയുകയാണെങ്കിൽ ഒരു മലയാളിയെ സൃഷ്ടിക്കാൻ. എന്ന് പറഞ്ഞാൽ മലയാളി സൃഷ്ടിക്കപ്പെടുക ഇവിടെയുള്ള മനുഷ്യരിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ ഒരു സംഗതിയെ ചൊവ്വയിൽ നിന്ന് ചന്ദ്രനിൽ നിന്ന് ഇറക്കുമതി ചെയ്തൊരു പുതിയ പൗരത്വം ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊക്കെ പേറി നടക്കുന്ന മനുഷ്യരെ തന്നെയാണ് റിഫൈൻ ചെയ്തിട്ട് ഒരു പുതിയ സ്വത്വത്തിൽ എത്തിക്കേണ്ടത് എന്ന അർത്ഥത്തിൽ ഈ പറയുന്ന തരത്തിൽ പെരുമാറുന്നുണ്ട്. ഈ കവിത നിബന്ധിക്കുന്നത് അങ്ങനെയാണ്. ജാതി ലക്ഷണം വരുമ്പോൾ പേര്, ഊര്, തൊഴിൽ, ഇത് 3 പറഞ്ഞാൽ മതി. ഇത് 3 പറഞ്ഞാൽ അഡ്രസ്സായി. അപ്പോൾ ജാതി എന്ന് പറയുന്നത് അഡ്രസ്സിൻ്റെ പാർട്ടല്ല, നിങ്ങളുടെ മേൽവിലാസത്തിൻ്റെ ഭാഗമല്ല,
മറിച്ച് പേര്, ഒരു തൊഴിൽ, ഈ 3 കാര്യമേ നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ഭാഗമാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് അത്തരത്തിലൊരു വലിയ തരത്തിലുള്ള ഊർജം പതുക്കെ പതുക്കെ വളർന്നു വരുന്നുണ്ട്. 1914 തൊട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഇന്നലെ വരെ ഇല്ലാതിരുന്ന പുതിയ ക്ലാരിറ്റി, പുതിയ സ്ഥലത്തേക്ക് അത് പ്രവേശിക്കുന്നുണ്ട്. 24 എത്തുമ്പോഴേക്കും സർവ്വമത സമ്മേളനം നടക്കുന്നുണ്ട്. ഈ സർവ്വമത സമ്മേളനത്തിൽ ഇവിടെ വിനീത ആരാ സംസാരിച്ച സി വി കുഞ്ഞിരാമനെ പറ്റി സംസാരിക്കുകയുണ്ടായിരുന്നു. ഈ സർവ്വമത സമ്മേളനത്തിലെ സ്വാഗത പ്രസംഗം സത്യവ്രത സ്വാമികളാണ് അത് അവതരിപ്പിക്കുന്നത്. ഇത് എഴുതിയത് സി വി കുഞ്ഞിരാമനാണ്. സി വി കുഞ്ഞിരാമൻ എഴുതുമ്പോൾ അത് ചർച്ച ചെയ്ത് മുഴുവൻ ശ്രീനാരായണ ഗുരുവായിട്ട് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ സർവ്വമത സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്, അതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് രോഗം വരുമ്പോൾ നിങ്ങൾക്ക് അലോപ്പതി വൈദ്യൻ്റെ അടുത്ത് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോമിയോപ്പതി വൈദ്യൻ്റെ അടുത്ത് പോകാം, ആയുർവേദക്കാരൻ്റെ അടുത്ത് പോകാം. അത് നിങ്ങളുടെ തീരുമാനമാണ്. ഇതേപോലെ മാനസികമായ രോഗത്തിനും, മാനസികമായ രോഗം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് നമ്മളെ സ്പിരിച്വലായിട്ടുള്ള മീൻസ് നമ്മുടെ ഉള്ളിലെ ആന്തരികമായ വിചാരങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഏത് മതത്തിലും പോകാം. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ പണ്ടാണെങ്കിലും നിങ്ങളൊരു മതത്തിൽ ജനിച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ആന്തരിക പ്രശ്നത്തിന് മറുപടി കിട്ടുകയുള്ളൂ. അതായത് ഇപ്പോൾ തത്വമസിന്നോ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ മറുപടി കിട്ടുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന് മറുപടി കിട്ടുന്നത് ഒരു സ്ഥലത്ത് തന്നെ തടഞ്ഞു നിൽക്കുന്നുണ്ടാണ്. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, മറിച്ച് നിങ്ങൾക്ക് എവിടെയും പോകാം. നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് എവിടെ നിന്നും എടുക്കാം. അങ്ങനെ ആൻസർ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബോധ്യം വേണം. മതം എന്താണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ബോധ്യം വേണം. എന്താണ് ക്രിസ്തുമതം പറയുന്നത്, എന്താണ് ഇസ്ലാം മതം പറയുന്നത്, എന്താണ് ഹിന്ദു മതം പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് പാഴ്സി കമ്മ്യൂണിറ്റി പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മതഗ്രന്ഥങ്ങൾ പറയുന്നത്. ഈ ക്ലാരിറ്റി ഉണ്ടായാലേ നിങ്ങൾക്ക് മതത്തെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അത് ഒരു പ്രത്യേക സന്ദർഭം വന്നാൽ നിങ്ങൾക്കത് പഠിക്കാനൊരു സ്ഥലം വേണം. പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവാം, ഇഷ്ടമുള്ളിടത്ത് നിന്ന് ഇറങ്ങിപ്പോരാം. ഇങ്ങനെ മതങ്ങളെ മോഡേണൈസ് ചെയ്യുന്നൊരു സംഭവം 24-ൽ തന്നെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിൽ എടുത്ത് വെക്കുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം 24-ൽ തന്നെ ഈ സർവ്വമത സമ്മേളനം കഴിഞ്ഞ് 30 ദിവസം കഴിയുമ്പോഴേക്കും വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നു. ഇതൊക്കെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരികയാണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നു. ഇതിൽ ഈ മതം പറയുന്ന പോലെ അന്ന് 99-ലെ വെള്ളപ്പൊക്ക ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഈ 2018 നമ്മൾ കണ്ട വെള്ളപ്പൊക്കത്തിന് സമാനമായ വെള്ളപ്പൊക്കം ഉണ്ടായത് 99-ലാണെന്ന് പറയും. ഈ 99 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വർഷത്തിലാക്കി കഴിഞ്ഞാൽ 1924 കിട്ടും. ആ സമയത്താണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഈ മാധവൻ ഇതിൽ ഒരു വാചകം പറയുന്നുണ്ട്. ഈ കഴുത്തറ്റം വെള്ളത്തിൽ സത്യാഗ്രഹികൾ നിൽക്കുമ്പോൾ ഈ ചുമലിൽ കഴുക്കോലൂന്നി കടന്നുപോയ നായന്മാരെ പറ്റിയിട്ട്, വഞ്ചിയിൽ കടന്നുപോയ നായന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഇത് ഇറങ്ങി നിൽക്കുന്നത്, ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലത്ത് അത്രയും ദുഷ്കരമായ ഒരു കാലാവസ്ഥ ഉള്ളപ്പോഴാണ് വൈക്കം സത്യാഗ്രഹം 603 ദിവസം നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൽ ഒരു കാര്യം സംഭവിക്കുന്നത്, ഒരർത്ഥത്തിൽ ഒരു സ്വതന്ത്ര സമുദായം എന്ന് വിളിക്കാവുന്ന തരത്തിൽ ചില സൂചനകൾ അതിലുണ്ടാവുന്നുണ്ട്. ഇപ്പം അതിൽ ഈ കണ്ണിൽ ചുണ്ണാമ്പ് തേച്ചതും ഇതിൽ പറയുന്നുണ്ട്. ഇളനീർക്കുഴമ്പ് പോലെ ചുണ്ണാമ്പ് തേച്ചു എന്നാണ് ഈ മാധവൻ പറയുന്നത്. ഈ ചുണ്ണാമ്പ് തേക്കപ്പെട്ട 2 പേർ എന്ന് പറയുന്നത്, ഒരാൾ രാമനിളയതാണ്, ഒരാൾ അതായത് അപ്പർ കാസ്റ്റിൽ നിന്ന് വരുന്ന ഒരാളാണ്. രണ്ടാമത്തെ ഒരാൾ എന്ന് പറഞ്ഞാൽ ആമചാടി തേവൻ എന്ന് പറയുന്നത് ദളിതനാണ്. ഒരാൾ ഈ പറയുന്ന ഈ വൈക്കത്ത് വഴി നടക്കാൻ അർഹതയുള്ള ഒരാളാണ്, അല്ലാതെ വഴിയിൽ തടയപ്പെട്ട ഒരാളല്ല. ഇദ്ദേഹം സ്വമേധയാ ഇതൊക്കെ വായിച്ച് ലോകം മുഴുവൻ തിളച്ച് മറിയുമ്പോൾ, ഞാൻ എൻ്റെ ജന്മിത്വത്തിനുള്ളിൽ, ഞാൻ എൻ്റെ ഫ്യൂഡലിസത്തിനുള്ളിൽ, ഞാൻ എൻ്റെ ഈ ജാതിക്കോട്ടയിൽ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അയാളുടെ കണ്ണു പോവും. ഈ പച്ച ചുണ്ണാമ്പും ഈ എന്താ ഒരു പ്രത്യേക പശിയും തേച്ചിട്ടാണ് ഈ കണ്ണിൽ തേക്കുന്നത് സവർണർ. അയാളുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. ആമചാടി തേവൻ ദളിതനായി പൂത്തോട്ടേന്ന് വരുന്നു, അദ്ദേഹത്തിൻ്റെയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. ഈ 2 പേരും പിന്നീട് നമ്മൾ ആലോചിക്കുക, ഇപ്പം ജന്മി തിരിച്ചു പോകുന്നില്ല. ഇപ്പം ജന്മി സാധാരണഗതിയിൽ കൊണ്ടിരിക്കുന്ന നായർക്ക് വിളിവ് തോന്നിയെന്ന് ഉള്ള മട്ടിൽ ഇങ്ങനെ ഒരു സംഭവത്തിന് വന്നു. അന്ന് തന്നെ കണ്ണ് കൊടുക്കേണ്ടി വന്നു. കണ്ണ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട്
അയ്യോ ഏത് കഷ്ടകാലത്തിനാണോ ഞാൻ ഇറങ്ങി പുറപ്പെട്ടതെന്നല്ല വിചാരിക്കുന്നത്. മറിച്ച് മറ്റൊരു സ്വത്വം അവിടെ രൂപീകരിക്കുന്നുണ്ട്. അദ്ദേഹം നേരെ പോയി തൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം വിറ്റ് ദളിതർക്കായി സ്കൂൾ തുടങ്ങുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ അയ്യങ്കാളിയെ വിളിച്ചുകൊണ്ട് വരുന്നു. ഇങ്ങനെ ഒരാൾ സ്വത്ത് ഇങ്ങനെ കളഞ്ഞുകൊണ്ട് ഈ പറയുന്ന സാമൂഹ്യ പരിഷ്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു, മറ്റേടത്ത് അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തുന്നു. ഇത് രണ്ടും ഒരു സിംഗിൾ പോയിന്റിൽ, വൈക്കം സത്യാഗ്രഹം പോലെയുള്ള ഒരു സിംഗിൾ പോയിന്റിൽ എത്തുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്, അല്ലെങ്കിൽ 32 ആകുമ്പോഴേക്കും നിവർത്തന പ്രക്ഷോഭം, ഗംഭീരമായ പ്രക്ഷോഭം നടക്കുമ്പോഴാണ് ഈ പറയുന്ന ഈ ഉച്ചസ്ഥായിയുള്ള ശബ്ദം ഉണ്ടാകുന്നത്. ഈ നിവർത്തന പ്രക്ഷോഭത്തിൽ ഈഴവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു. 35 കോഴഞ്ചേരി പ്രസംഗം ഉണ്ടാകുന്നു. കോഴഞ്ചേരി പ്രസംഗത്തിൽ ഈഴവനായ സി കേശവനാണ് ആദ്യമായി സർ സി പിയെ ജന്തു എന്നാണ് വിളിക്കുന്നത്. ഈ തിരുവിതാംകൂറിലെ ഈ ജന്തുവിനെ ഓടിക്കാതെ ഒരു സ്വസ്ഥത കിട്ടില്ല. ഈഴവനും ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കും ഒരു സ്വസ്ഥതയോ സമാധാനവും കിട്ടില്ല എന്ന് പറയുന്നത്. കാരണം 8.69% ഈഴവന് പ്രാതിനിധ്യമല്ല, 8 അതിനേക്കാളും താഴ്ന്ന 8% അടുത്തുള്ള നായർക്ക് അവിടെ 16 സീറ്റോ 15 സീറ്റോ ആണ്. ഇത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ സമയമാകുമ്പോഴേക്കും അനീതിയെ ചോദ്യം ചെയ്യാനുള്ള വലിയ തരത്തിലുള്ള ഒരു ഊർജം ഈ ആവാഹിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയ തരത്തിലുള്ള വിസ്ഫോടനമാണ് ഈ പറയുന്ന സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന ബ്രാഹ്മണിസത്തിനെതിരെയുള്ള, ഈ ബ്രാഹ്മണിസത്തെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ്റിനെതിരെയുള്ള, തിരുവിതാംകൂർ ഗവൺമെൻറ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജഭരണം എന്ന് പറയുന്ന ഹിന്ദു രാജ്യത്തിനെതിരെയുള്ള വലിയ കലാപമായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവുന്നു, നിവർത്തന പ്രക്ഷോഭം ഉണ്ടാവുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരർത്ഥത്തിൽ ക്ഷേത്രപ്രവേശനം പോലെയുള്ള പ്രോബ്ലമറ്റൈസ് ചെയ്യേണ്ട ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാകുന്നു. ഇതേ സമയം നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, നമ്മൾ ഇപ്പം ഈ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി എന്ന പോലെ തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ RSSൻ്റെ 100ാമത്തെ വർഷം ആണ് ഇന്ന് ഈ ദിവസം എന്ന് പറയുന്നത്. എല്ലായിടത്തും ഇങ്ങനെ ഇന്നലെ രാത്രിയൊക്കെ വലിയ സഞ്ചലനങ്ങളും ഹെഡ്ഗേവാറുടെയും ഗോൾവാൾക്കറുടെയും ചിത്രം വെച്ചിട്ട് വലിയ തരത്തിലുള്ള പറയുന്ന ദൃശ്യപരമായിട്ടുള്ള പല പ്രകടനങ്ങളും പലയിടത്തും നടക്കുന്നുണ്ടായി. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഇപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. ഇതേപോലെ തന്നെ ഒരു മുന്നേറ്റം മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്നു. മഹാത്മാ ഫൂലെ പോലെയുള്ള ആളുകൾ, അംബേദ്കർ പോലെയുള്ള ആളുകൾ വലിയ തരത്തിൽ പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് മനുവാദത്തിൽ തന്നെ ഇരുന്നോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ എതിരാളി ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്, പക്ഷെ നമ്മളിങ്ങനെ പ്രോഗ്രസീവായിട്ട് പോയിക്കൊണ്ടിരിക്കും എന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ ശാസ്ത്ര വിശകലനത്തിലാണ് എപ്പോഴും നമ്മളിരിക്കുക. യഥാർത്ഥത്തിൽ ഈ പറയുന്ന മനുവാദം പോലെയുള്ള ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ആളുകളെ അകലെ നിർത്തുന്ന അശുദ്ധങ്ങളുള്ള 10 അടി അകലെയും അല്ലെങ്കിൽ 72 അടി അകലെയും നിൽക്കുന്ന ആ സംഗതിയിൽ നിന്ന് വ്യത്യസ്തമായി മനുവാദത്തെ ഒരു ഹിന്ദു വംശീയവാദമായി വികസിപ്പിക്കാനുള്ള വലിയ പരിപാടികളുടെ ഒരു ഭാഗമായിട്ട് കൂടിയിട്ടാണ് ഈ RSS രൂപീകരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സവർക്കർ ഹിന്ദുത്വം എന്ന് പറയുന്ന പുസ്തകം എഴുതുമ്പോൾ യാഥാസ്ഥിതിക ബ്രാഹ്മണ്യവുമായി ഒരു വിച്ഛേദം അതിലുണ്ടാവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്മൃതി ശ്രുതി പുരാണോക്ത എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥലത്ത് നിന്ന് ബ്രാഹ്മണിസത്തെ ഒരു പൊളിറ്റിക്കൽ ബ്രാഹ്മണിസമായി ഉയർത്തി വയ്ക്കുമ്പോൾ അതിന് വ്യത്യാസം വരുത്തണമെന്ന് സവർക്കർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് സവർക്കർ ഈ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി എന്ന് പറയുന്ന സംഗതിയിലുള്ള ഒരു ഐതിഹ്യവും സ്വീകരിക്കുന്നില്ല. മറിച്ച് ആര്യൻ ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്ന അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിൽ തുടക്കത്തിൽ തന്നെ 2ാമത്തെയോ 3ാമത്തെയോ പാരഗ്രാഫിൽ സവർക്കർ ഊന്നി പറയുന്ന കാര്യം, ഹിന്ദുത്വ ഈസ് നോട്ട് ഹിന്ദുയിസം. വ്യക്തമായ വാചകമായിട്ട് പറയുന്നു, ഹിന്ദുയിസം അല്ല, ഹിന്ദുമതമല്ല, അല്ലെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ ജാതി വ്യവസ്ഥയല്ല ഹിന്ദുത്വ മുന്നോട്ട് വയ്ക്കുന്നത്. ഇറ്റ് ഈസ് എ ഹിസ്റ്ററി. ഈ ഹിസ്റ്ററിയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു പാർട്ടായിരിക്കും ചിലപ്പോൾ ഹിന്ദുയിസം.
ബട്ട് ഹിന്ദുത്വ ഈസ് നോട്ട് എ റിലീജിയസ് പ്രോജക്റ്റ്, ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ പ്രോജക്റ്റ്, ഇറ്റ് ഈസ് എ ഹിസ്റ്ററി എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ആര്യൻ വരുന്നു, ആര്യൻ ഇന്ത്യയിലേക്ക് വരുന്നു, ആര്യന്മാർ ഇവിടെ തങ്ങുന്നു, ഇവിടെ തങ്ങിയിട്ട് അവർ ഇവിടെ തന്നെ ഒരു റിപ്പബ്ലിക്കിൻ്റെ രൂപം ഉണ്ടാക്കുകയാണ്. ഇതാണ് ഹിന്ദുത്വ ഹിസ്റ്ററിയുടെ തുടക്കം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിൻ്റെ ചരിത്രമാണ്. അതിൻ്റെ ഇടയിൽ മ്ലേച്ഛന്മാർ വരുന്നു, പോകുന്നു, അതിനെ അതിജീവിക്കുന്നു എന്ന് മട്ടിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവാണ് ഉണ്ടാവുന്നത്. ഈ ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവിൽ എല്ലാ തരത്തിലുള്ള ജാതികളെയും ഇൻക്ലൂസീവ് ആക്കാനാണ് സവർക്കർ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഹിന്ദുത്വ 23 എഴുതുന്നത്, 1923 എഴുതുന്നത്. 24 സവർക്കർ ഈ മാപ്പൊക്കെ എഴുതി കൊടുത്ത് ജയിൽ വിമുക്തനാവുന്നുണ്ട്. ജയിൽ വിമുക്തനാവുമ്പോൾ ആദ്യത്തെ 24 മുതൽ 37 വരെ 14 വർഷങ്ങൾ ജില്ലാ തടവിലാണ്. രത്നഗിരി ജില്ലയിൽ ജില്ലാ തടവിൽ ഇട്ടിരിക്കുകയാണ്. കാരണം ഈ മാപ്പൊക്കെ എഴുതിയ സവർക്കർ പുറത്തു വന്നപ്പോൾ 50 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ആളാണ് ബ്രിട്ടീഷുകാരോട് മാപ്പരുന്നിട്ട് ഈ 13ാമത്തെ വർഷം പുറത്തിറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷ് സിസ്റ്റത്തിന്, കൊളോണിയൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലോകം മുഴുവൻ ഞങ്ങളാണ് ഏറ്റവും വലിയ നീതിമാന്മാർ, ഏറ്റവും നല്ല നീതിന്യായ വ്യവസ്ഥ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇങ്ങനെ ഒരാളെ വിമുക്തനാക്കുന്നതിൽ അവർക്ക് ഒരു തരത്തിലുള്ള ഒരു ആൻസർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവർ ഈ 14 വർഷം രത്നഗിരി ജില്ലയിൽ തടവിലിടാണ്. രത്നഗിരി ജില്ല വിട്ടു പോകാൻ പറ്റില്ല. മാത്രമല്ല പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനവും പാടില്ല. ആ സമയത്ത് സവർക്കർ നടത്തുന്ന പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഹിന്ദുത്വ ഈ പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ലബോറട്ടറി ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ 14 വർഷം രത്നഗിരി ജില്ലയിൽ നടത്തിയ പരീക്ഷണമാണ്. അവിടെ അദ്ദേഹം പന്തിഭോജനം നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ നവോത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സമരമാർഗമായി കരുതിയ പന്തിഭോജനം സവർക്കർ അവിടെ നടത്തുന്നുണ്ട്. മഹാറിനെ വിളിച്ചിരുത്തുന്നുണ്ട്, ബാങ്കിയെ വിളിച്ചിരുത്തുന്നുണ്ട്, ചമർ ജാതിക്കാരനെ വിളിച്ചിരുത്തുന്നുണ്ട്. രണ്ടാമത് സവർക്കർ നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷണം എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശനമാണ്. പതീത് പാവൻ ക്ഷേത്രം എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ കോംപ്ലക്സിറ്റി നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരേ മാർഗം തന്നെ, ഒരേ സമരമാർഗം അല്ലെങ്കിൽ ഒരു സമരത്തിൻ്റെ രൂപഭാവങ്ങൾ നോക്കി ഇന്ത്യയിൽ നിങ്ങൾക്കതിൻ്റെ റാഡിക്കൽ സ്വഭാവമോ അതിൻ്റെ റിയാക്ഷണറി സ്വഭാവമോ തിരിച്ചറിയാൻ പറ്റില്ല. ഇതേ സാധനം തന്നെയാണ് കേരളത്തിൽ നവോത്ഥാനം ചെയ്യുന്നത്. കേരളത്തിൽ നവോത്ഥാനം ജാതി നിർമ്മാർജ്ജനത്തിന് വേണ്ടി അല്ലെങ്കിൽ ജാതി ഇല്ലാത്ത ഒരു സൊസൈറ്റിയുടെ സ്വപ്നത്തിന് വേണ്ടിയാണ് നടത്തുന്നത്. ഇത് നേരെ മറിച്ച് ഒരു ബ്രാഹ്മണിസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നടത്തുമ്പോൾ സവർക്കർ യാഥാസ്ഥിതിക ബ്രാഹ്മണരെ എതിർക്കുന്നുണ്ട്. യാഥാസ്ഥിതിക ഈ മനുവാദി ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞത് സവർക്കർക്കെതിരാണ് ആവുന്നുണ്ട്. അതായത് കൺസർവേറ്റീവ് ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ സവർക്കർ എതിർക്കുന്നുണ്ട്. സവർക്കർ അവർക്ക് കൊടുക്കുന്ന വലിയ മറുപടി ഉണ്ട്. 22 കോടി ഹിന്ദുക്കളിൽ 7 കോടി ദളിതരാണ്, 7 കോടി പിന്നോക്കക്കാരാണ്. നിങ്ങൾ ഈ നിങ്ങളുടെ മനുവാദി ബ്രാഹ്മണിസം കെട്ടിപ്പിടിച്ചിരുന്നാൽ ഒരു വോട്ടടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പബ്ലിക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ന്യൂനപക്ഷവും. എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പുറത്താക്കിയാൽ ഇവിടെ നായരടുപ്പിക്കില്ല, ഈഴവനടുപ്പിക്കില്ല എന്ന് ഇവിടെ BJPയോ RSSോ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷമായി പോവും. അതുകൊണ്ട് നിങ്ങളുടെ ബ്രാഹ്മണിസത്തെ നിങ്ങൾ ഈ മനുവാദത്തിൻ്റെ ഉള്ളിൽ കെട്ടിയിടണ്ട. നിങ്ങൾ മറിച്ച് അതിനെ ഈ പറയുന്ന ഒരു റേസിസ്റ്റ് ഹിന്ദു റേസ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വികസിപ്പിച്ചെടുക്കുക. ഇത് വലിയ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇപ്പം ഉദാഹരണമായിട്ട് സവർണ വിഭാഗങ്ങളിലെ വലിയ നവോത്ഥാനം നടത്തുന്നു എന്ന് പറഞ്ഞു. ഈ നവോത്ഥാനത്തിൽ മാഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഈ നവോത്ഥാനത്തിൽ ഈ ക്ലാസും കാസ്റ്റൊക്കെ ഒരു തരത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ഒരു സംഗതിയാണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്പൂതിരി നവോത്ഥാനം നോക്കുകയാണെങ്കിൽ നമ്പൂതിരിയിലെ മൂത്ത ആൾക്കേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, മൂത്ത ആൾക്കേ സ്വത്തവകാശമുള്ളൂ. അപ്പോൾ ഈ ഇളയവൻ എന്ന് പറഞ്ഞാൽ അപ്പൻ എന്ന് പറഞ്ഞ ആൾക്ക് ഈ പറയുന്ന പോലെ ഭാഷ പറഞ്ഞ പോലെ വിത്തുകാളെ പോലെ ഇങ്ങനെ ചുറ്റി നടന്ന് സംബന്ധം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോകണം. സംബന്ധത്തിലേക്ക് പോയാൽ സ്വന്തം കുട്ടീനെ എടുക്കാൻ പറ്റില്ല, കാരണം തൊടാൻ പറ്റില്ല. സ്വന്തം കുട്ടീനെ എടുക്കാൻ പറ്റില്ല, ആ കുട്ടിക്ക് തൻ്റെ സ്വത്തവകാശം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? നമ്പൂരി സമുദായത്തിൽ പെണ്ണുങ്ങളെണ്ണം കൂടും. കാരണം ഒരാൾക്കേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, ഒരു സ്ത്രീ, മൂത്ത ആൾക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ഈ താഴ്ന്ന ആൾക്കാർക്ക് അവിടുന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല.
അപ്പോൾ സ്ത്രീകളുടെ എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ മൂത്താൾ 3ഉം 4ഉം കെട്ടാന്ന് പറയുന്ന നിയമം വരുന്നു. ഈ 4ാമത്തെ കെട്ട് കെട്ടുമ്പോൾ ഇയാൾക്ക് 60 വയസ്സ്, അന്ന് 35 വയസ്സൊക്കെ ആയിരിക്കും ശരാശരി മനുഷ്യായുസ്സെന്ന് ഓർക്കണം. ഇയാൾക്ക് 60 വയസ്സ്, പെൺകുട്ടിക്ക് 13 വയസ്സ്. കല്യാണം കഴിച്ച് പിറ്റേ ദിവസം ഇയാൾക്ക് കെട്ടിമറിഞ്ഞ് വീണ് മരിക്കും. ഈ പെൺകുട്ടി ഈ പറയുന്ന പോലെ ഒരു കാസ്റ്റിലും ഇല്ലാത്ത വിധം ഈ അപ്പർ കാസ്റ്റിലെ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇരുട്ടിലിരിക്കണം, പുറത്തിറങ്ങാൻ പറ്റാത്ത ജാതി ഇരുട്ടിലിരിക്കണം. നിങ്ങൾ ഈ നമ്പൂരി നവോത്ഥാനം സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, അതിന് നേതൃത്വം കൊടുത്തവർ ഈ അപ്പന്മാരും അന്തർജനവുമാണ്. എന്ന് പറഞ്ഞാൽ ആ കാസ്റ്റിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഒപ്രൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്ന കലാപം നടത്തിയ ആൾക്കാർ. ഇപ്പം പ്രേംജി അപ്പനായിരുന്നു, MRB അപ്പനായിരുന്നു, EMS അപ്പനായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ അന്തർജനങ്ങളുമാണ്. നമുക്കറിയാവുന്ന പോലെ ദേവകി നിലയങ്കോട്, ആര്യപ്പള്ളം എന്നൊക്കെ പറയുന്ന ഈ അന്തർജനങ്ങളും ചേർന്നിട്ടാണ് ഈ കലാപം നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒപ്രഷൻ എന്ന് പറയുന്നത് എല്ലാ കാസ്റ്റിലും അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ ഉള്ളിൽ നിന്നിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ഈ ബ്രാഹ്മണ്യത്തെ അല്ലെങ്കിൽ ബ്രാഹ്മണനെ മനുഷ്യനാക്കുക എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് അതുകൊണ്ട് വീട്ടിൽ വെക്കുന്നത്. നമ്പൂതിരിയെ മനുഷ്യരാക്കുക എന്നാണ്. നേരെ മറിച്ച് സവർക്കർ വെക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ഹിന്ദു മതത്തിൻ്റെ ജാതിയിലെ അവസാനത്തെ ആളെ ബ്രാഹ്മണനാണ് തോന്നിപ്പിക്കുക. ഇതാണ് ചെയ്യുന്നത്. അവിടുത്തെ എക്സ്പെരിമെൻറ്റിൽ അവസാനം അവിടെ ശിവു എന്ന് പറയുന്ന ഒരു മഹറിനെ പൂണൂലിടിച്ചു കൊടുക്കും. ഇദ്ദേഹം പൂണൂലിടിച്ചു കൊടുക്കുമ്പോൾ അത് ഈ ശിവു പ്രസംഗിക്കുന്നത്, ഈ പൂണൂലിടിച്ച് വന്ന സവർക്കർ ഈ ബ്രാഹ്മണന്മാർ മുഴുവൻ ഹിന്ദുമതത്തിൽ നിന്ന് പോയാലും ഞാൻ ഹിന്ദുധർമ്മത്തിന് വേണ്ടി നിലകൊള്ളും എന്നാണ് ഇയാൾ പ്രഖ്യാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണിസത്തെ മനുവാദം എന്ന് പറയുന്ന തരത്തിൽ വളരെ എക്സ്പ്രസീവായിട്ടുള്ള ഒരു ബ്രാഹ്മണിസത്തെ മാറ്റി അതിനെ ഗുപ്തമാക്കി വെച്ച്, മറിച്ച് മറ്റൊരു തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ ഒരു ഹിന്ദു റേസിസ്റ്റ്, ഹിന്ദു സംഘാടൻ എന്ന് പറയും ഹിന്ദിയിൽ, ഹിന്ദു സംഘാടൻ എന്ന് പറയുന്നത് ഹിന്ദു ഐക്യം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇപ്പം ആരാ ഇന്ത്യ ഭരിക്കുന്നത്? ഇന്ത്യയിലെ പ്രസിഡൻ്റ് ആരാ? ഇന്ത്യയിലെ പ്രസിഡന്റ് ദ്രൗപദി മുർമു, ആദിവാസി. ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദി, പിന്നോക്കക്കാരൻ. ഇന്ത്യയിലെ ധനമന്ത്രി ആരാ? സ്ത്രീ, നിർമ്മല സീതാരാമൻ. കേരള ഗവർണർ ആരാ? രാജേന്ദ്ര അർലേക്കർ, ദളിത്. നിങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പോൾ ഈ തരത്തിൽ ഇങ്ങനെ വലിയ തരത്തിലുള്ളൊരു ഇൻക്ലൂഷൻ പൊളിറ്റിക്സ് നടപ്പാക്കുകയാണ് ഈ പറയുന്ന ഹിന്ദു, അതായത് മനുവാദത്തിൻ്റെ പ്രത്യക്ഷമായ പുറത്താക്കലിൽ നിന്ന് മറ്റൊരു ഉള്ളിലാക്കൽ പ്രക്രിയയിലൂടെയാണ് ഈ ഹിന്ദുയിസം എന്ന് പറയുന്നത് ഹിന്ദുത്വം തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അത് പോയത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പർട്ടിക്കുലർ ഘട്ടത്തിൽ നിൽക്കരുത്. ഇത് ഈ സാധനം ഈ കോംപ്ലിക്കേഷൻ മനസ്സിലാക്കാൻ ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും ഒരു പ്രത്യേക സന്ദർഭം വരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 1958 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നത്തെ ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇവരായിട്ട് സഖ്യത്തിന് പോയി, ജനസംഘമായിട്ട് സഖ്യത്തിന് പോകുന്നുണ്ട്. അതിനു മുമ്പ് ഈ അയോധ്യ സംഭവം തന്നെ ഉണ്ടാവുന്നത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസിൻ്റെ ഉള്ളിലെ ഒരു ഗ്രൂപ്പായിട്ടാണ് 34 വരെ പ്രവർത്തിച്ചിരുന്നത്. ഈ 34 കഴിഞ്ഞ് 48 ആയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പുറത്തു പോവാണ്, പ്രത്യേക പാർട്ടിയായിട്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ 37 UP-യിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് ആചാര്യ നരേന്ദ്രദേവ് ആയിരുന്നു മുഖ്യമന്ത്രി ആവേണ്ടത്. 37 എന്ന് പറഞ്ഞാൽ അന്നും പ്രവിശ്യ തെരഞ്ഞെടുപ്പുണ്ട്, സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അതിനു മുമ്പും ഈ പ്രവിശ്യ തെരഞ്ഞെടുപ്പ് ചെറിയ അധികാരമുള്ള ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാവുന്നത് ആചാര്യ നരേന്ദ്രദേവാണ്. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവായ ആചാര്യ നരേന്ദ്രദേവായിരുന്നു മുഖ്യമന്ത്രിയാവേണ്ടത്. അന്ന് അവരുടെ ഒരു തീരുമാനം അനുസരിച്ചിട്ട് CSPക്കാർ തീരുമാനിച്ചു അധികാര സ്ഥാനത്ത് ഞങ്ങൾ ഇരിക്കില്ല. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ മാറിയിരുന്നു. 48 ആയപ്പോൾ ഈ CSP കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്തു പോവാണ്, വേറെ പാർട്ടിയായി പോവാണ്. അപ്പോൾ അവർ പറഞ്ഞു തെരഞ്ഞെടുത്ത സ്ഥാനങ്ങളിൽ നിന്ന് മുഴുവൻ രാജിവെച്ച് ലോഹ്യ പറഞ്ഞു ആദ്യ ഇലക്ഷന് നിൽക്കണമെന്ന് പറയുന്നു. അങ്ങനെ ആചാര്യ നരേന്ദ്രദേവ് ഫൈസാബാദിൽ ഇലക്ഷൻ നിൽക്കുന്നു. ആ ഇലക്ഷനിലാണ് ബാബ രാഘവദാസ് എന്ന് പറയുന്ന സന്യാസി ഇറക്കുന്നത്. കോൺഗ്രസ് BG പാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അന്നത്തെ നേതാക്കളെയൊക്കെ ഇറക്കാതെ, ഇലക്ഷൻ ഇറക്കാതെ ബാബ രാഘവദാസ് എന്ന് പറയുന്ന സന്യാസിയെ പിടിച്ചുകൊണ്ട് നിർത്തുന്നു. ബാബ രാഘവദാസ് അയോധ്യയിൽ മുഴുവൻ തുളസിയിലയും അതുപോലെ തന്നെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വലിയ പ്രചാരണം നടത്തുന്നു. ഇതിൻ്റെയൊക്കെ അവസാനം ആചാര്യ നരേന്ദ്രദേവ്
ദയനീയമായി പരാജയപ്പെടുന്നു. ഇതാണ് അയോധ്യ സംഭവം ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് പിന്നെ അയോധ്യയിൽ വിഗ്രഹം കടത്തി വെക്കുന്നതും തുടർച്ചയുള്ള സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ കോൺഗ്രസ് ആ സമയത്ത് തന്നെ കോൺഗ്രസ്സിലെ വലതുപക്ഷ വിഭാഗം ജവഹർലാൽ നെഹ്റു തുടർച്ചയായിട്ട് അവർ ആ സമയത്ത് കത്തെഴുതുന്നുണ്ട്. ഈ യു പിയിലെ കോൺഗ്രസ്സിന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള തരത്തിൽ പോലും കത്തെഴുതുന്നുണ്ട്. യു പിയിലെ കോൺഗ്രസ്സിലേക്ക് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്ന് എഴുതുന്നുണ്ട്. ഇത് കഴിയുന്നു. അംബേദ്കറുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പിൽക്കാലത്തെ എല്ലാ ഗ്രൂപ്പുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് ഈ പറയുന്ന ഇവരായിട്ട് സഖ്യം ഉണ്ടാക്കുന്നുണ്ട്. മായാവതി ദളിത് പാർട്ടി ഉണ്ടാക്കിയ മായാവതി BJP ആയിട്ട് സഖ്യത്തിൽ പോകുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഹിന്ദുയിസത്തിന് എതിർക്കുന്ന സിദ്ധാന്തങ്ങളുള്ള ആളുകൾ തന്നെ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ രംഗത്തെത്തുമ്പോൾ ഇവരെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഇവരുമായിട്ട് സഖ്യത്തിൽ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ നവോത്ഥാനത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലക്ഷൻ പൂർവ്വ ഒരു ഇന്ത്യയിലെ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് കുറേ കൂടി ഓപ്പണും കുറേ കൂടി സത്യസന്ധമായിട്ട് പറയാവുന്നതും കുറേ കൂടി, കാരണം അവർക്കൊന്നും വേണ്ട, അവർക്ക് അവരുടെ ആശയം സമൂഹം സ്വീകരിക്കുകയില്ല എന്നുള്ള പ്രശ്നമുള്ളൂ. ഈ ജനാധിപത്യത്തിൻ്റെ രണ്ടാം പാർട്ട് എന്ന് പറയുന്നത് എലക്ഷൻ പൊളിറ്റിക്സാണ്. എലക്ഷൻ പൊളിറ്റിക്സ് വരുമ്പോൾ ഇത് മുഴുവൻ ഈ എല്ലാ തരത്തിലുള്ള ആശയങ്ങൾക്കും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ വലിയ തരത്തിലുള്ള കേട് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിർവീര്യമാക്കുന്നുണ്ട്. ഇന്ന് സ്വതന്ത്ര സമുദായം പോലെയുള്ള പുസ്തകം എഴുതാത്തത് എന്താ? ബിക്കോസ് വി ആർ ഇൻ ഈ പറയുന്ന തരത്തിൽ ഈ ഒരു തരം സാങ്കേതിക ജനാധിപത്യത്തിൻ്റെ ഉള്ളിലാണ്. സാങ്കേതിക ജനാധിപത്യത്തിൻ്റെ ഉള്ളിൽ കൂടുതൽ വോട്ട് കിട്ടുക എന്നുള്ളതാണ് ഇലക്ഷനിൽ ജയിക്കാനുള്ള ഒരു സംഗതി. അംബേദ്കർ വളരെ വ്യക്തമായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സമർപ്പിക്കുമ്പോൾ നമുക്ക് തന്ന ഒരു മുന്നറിയിപ്പ് ഇതാണ്: നിങ്ങൾ പുതിയ സ്ഥലത്തേക്ക് പോവാണ്, 5 കൊല്ലം കൂടുമ്പോൾ വോട്ട് ചെയ്യും, 5 കൊല്ലം കൂടുമ്പോൾ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും, അവർ മന്ത്രിസഭ ഉണ്ടാക്കും. ഇതൊക്കെ കണ്ട് ഇത് ഡെമോക്രസിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത് സാങ്കേതികം മാത്രമാണ്, ടെക്നിക്കൽ മാത്രമാണ്. ഇതിനപ്പുറത്തൊരു ഡെഫിനീഷനാണ് ഡെമോക്രസിക്ക് അംബേദ്കർ കൊടുക്കുന്നത്. അത് ഇതാണ്: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട മൂല്യങ്ങൾ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെച്ച 3 പ്രധാനപ്പെട്ട മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയെ റീഓർഗനൈസ് ചെയ്തില്ലെങ്കിൽ ഇത് വെറും പൊള്ളയായ ഫ്രെയിം മാത്രമായിട്ടിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ ഡെമോക്രസി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ അട്ടിമറിക്കാനൊക്കെ തോന്നുന്നത്. കാരണം എന്താ? ഇതിൽ വളരെ പ്രധാനപ്പെട്ടാണ് ഈ സാങ്കേതികത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കും, ഇപ്പുറത്ത് ഈ പണി നടക്കില്ല. ഈ സൊസൈറ്റിക്കുള്ളിലുള്ള സമത്വത്തെ പറ്റിയും സാഹോദര്യത്തെ പറ്റിയും സ്വാതന്ത്ര്യത്തെ പറ്റിയുമുള്ള ചർച്ചകൾ എന്ന് നിലയ്ക്കുന്നുവോ അന്ന് ഈ സാധനത്തിലൂടെ ഏറ്റവും വലിയ ഫാസിസം കയറി വരും. ഇതാണ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇതിനെ എതിർത്ത പല പല ധാരകളെ നമ്മൾ കൂട്ടിമുട്ടിക്കൊന്നും വേണ്ട, ഒരു പ്ലേറ്റിൽ എല്ലാം കൂടി കൊണ്ടിടുമൊന്നും വേണ്ട. പക്ഷേ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗാന്ധി അംബേദ്കർ എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോൾ ഗാന്ധിക്ക് ഒരു പൊളിറ്റിക്കൽ ടീത്ത് കൊടുത്ത ആൾ ലോഹിയാണെന്ന് പറയും. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ലോഹിയും ഗാന്ധിയും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതായിരുന്നു. പക്ഷേ ലോഹ്യ ഈ ഗാന്ധിസത്തിൻ്റെ വളരെ ക്രൂഡായിട്ടുള്ള സംഗതികളെ മുഴുവൻ ഒരു മോഡേൺ പ്ലേസിൽ വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ലോഹ്യ ഗാന്ധിയുടെ തന്നെ ഈ പറയുന്ന ഈ പുരാണങ്ങളോടും ഗീതയോടൊക്കെയുള്ള ബന്ധത്തിനെ വളരെ ക്രിട്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം അദ്ദേഹം മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത്, നിങ്ങൾ ഇന്ത്യയിലെ മൊത്തം ജനതയോട് ബുദ്ധിസത്തെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം. ബുദ്ധിസം അറിയാവുന്ന എത്ര ആളുണ്ടെന്ന് ചോദിക്കാം. 25% ഉണ്ടാവില്ല. ഇന്ത്യയിലെ ജനസംഖ്യയുടെ ബുദ്ധിസത്തിൻ്റെ അടിസ്ഥാന തത്വം ചോദിച്ചാൽ 25% പേർക്കും പോലും അറിയുന്നുണ്ടാവില്ല. അതേസമയം നിങ്ങൾ രാമനെയോ കൃഷ്ണനെയോ ശിവനെയോ പറ്റി ചോദിച്ചാൽ 2ൽ ഒരാൾക്കറിയാം. ഒരു റിഡിലാണ് ഈ പ്രശ്നം. ഈ പ്രശ്നം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഇങ്ങനെ ഇന്ത്യയിൽ ഉറച്ചൊരു സാധനത്തിനെ നിങ്ങളെങ്ങനെയാണ് മാറ്റുക? അതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ സാധാരണ പറയാറുള്ളതാണ്, ഈ പ്രാർത്ഥനയാണ് ശ്രീനാരായണ ഗുരു ചെയ്തത്. ദൈവദേശം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്.
അല്ലേ? ദൈവമേ കാത്തുകൊൾക്കങ്ങോ കൈവിടാതിങ്ങനെ ദൈവം ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല അത് തുടങ്ങുന്നത്. മറിച്ച് അതിൽ പതുക്കെ പതുക്കെ നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശിക്ഷിക്കാനും രക്ഷിക്കാനും ഉള്ള ഒന്നല്ല ദൈവം, മറിച്ച് സത്യവും ജ്ഞാനവും ആനന്ദവുമാണെന്ന് പറയുന്ന തലത്തേക്ക് കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ചെയ്തത് തൊട്ട് നിന്ന് മാറ്റുകയാണ്, അല്ലാതെ ദൂരെ നിന്ന് വേറൊരു സംഗതി കൊണ്ടുവരികയല്ല. ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിന്ന് തൊട്ട് നിന്ന് മാറ്റുകയാണ്. ശ്രീനാരായണ ഗുരു പ്രത്യക്ഷമായി, ഇപ്പം സ്വതന്ത്ര സമുദായം പോലെയുള്ള ഒരു പുസ്തകം ഗുരുവിന് എഴുതാൻ പറ്റില്ല, പക്ഷേ അതിനുള്ള വഴിമരുന്ന് ഇടാൻ പറ്റും, അതിനുള്ള വഴി തുറക്കാൻ പറ്റും. ഇത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഉള്ളിൽ ഈവൻ ടെർമിനോളജി തന്നെ, ഇപ്പം കറുപ്പ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് അതൊരു വലിയ പ്രൊട്ടസ്റ്റിൻ്റെ വാക്കായി, ഒരു വലിയ പ്രൊട്ടസ്റ്റിൻ്റെ സ്വരമുള്ള ഒരു വാക്കായി മാറി. ശ്യാമം എന്ന് പറയുന്ന വാക്ക് നമ്മുടെ സിനിമാ പാട്ടിൽ മുഴുവനുണ്ട്, അല്ലേ? കറുപ്പ് എന്ന് തന്നെയാണ് അർത്ഥം. ശ്യാമ മേഘമേ എന്ന് പറഞ്ഞ പാട്ടുണ്ട്, ശ്യാമ സുന്ദര പുഷ്പമേ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. ഇത് മുഴുവൻ ഒരു വിഷാദത്തിനെ സൂചിപ്പിക്കുന്ന പദമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഘട്ടത്തിൽ വിഷാദത്തെ സൂചിപ്പിക്കുന്ന കാര്യമായിരുന്നത് ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് പ്രൊട്ടസ്റ്റിനെ സൂചിപ്പിക്കുന്ന പദമായി മാറുന്നു. ഇങ്ങനെ ഇന്ത്യയിൽ വളരെ പ്രത്യക്ഷമായി ഒരു സംഗതിയെ മാറ്റിയിട്ട് വേറെ സംഗതി വരികയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു സംഗതിയുടെ ഉള്ളടക്കം പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോത്സാഹനം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ലോഹ്യ ഗാന്ധിസത്തിന് പല്ല് നൽകി എന്ന് പറയും. ഇതേ ലോഹ്യ 51-52 അംബേദ്കറായിട്ട് വലിയ കത്തടപാടുകൾ നടത്തുന്നുണ്ട്. അവരൊരു പ്ലാറ്റ്ഫോമിൽ വരാൻ തീരുമാനിക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നതിന് മുമ്പ് 56 അംബേദ്കർ മരിച്ചുപോയി. അതുകൊണ്ടാണ് ആ കത്തടപാടുകൾ മുഴുവൻ ഉണ്ട്. 53 മുതൽ 55 വരെ ലോഹ്യ നടത്തിയ കത്തടപാടുകൾ മുഴുവൻ നമ്മുടെ പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പം അങ്ങനെ വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത ധാരകൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഫാസിസത്തിനെതിരെ ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത് ഒരു ഐക്യമുന്നണിയാണ്, ആഴത്തിലുള്ള ഐക്യമുന്നണിയാണ്. ഈ ആഴത്തിലുള്ള ഐക്യമുന്നണി രൂപപ്പെടണമെങ്കിൽ രാഷ്ട്രീയമായത് പോട്ടെ, സാംസ്കാരികമായ ഐക്യമുന്നണിയാണ്. ഈ ആഴത്തിലുള്ള സാംസ്കാരിക ഐക്യമുന്നണി രൂപപ്പെടണമെങ്കിൽ നമ്മൾ ആരെയൊക്കെ ചേർത്ത് നിൽക്കണം എന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്ങനെ ചേർത്ത് നിർത്തണമെങ്കിൽ നമ്മൾ ഈ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ, ഇപ്പോൾ ഗാന്ധി എന്ന് പറഞ്ഞാൽ ജനിച്ച അന്ന് മുതൽ അവസാനം വരെ ചെയ്തത് ശരിയായ കാര്യമാണ്, അല്ലെങ്കിൽ ലോഹ്യ ജനിച്ച അന്ന് മുതൽ അവസാനം വരെ ചെയ്തു മുഴുവൻ ശരിയായ കാര്യമാണ്, അംബേദ്കർ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നവരെ ചെയ്ത മുഴുവൻ ശരിയായ കാര്യമാണ്. ഇങ്ങനത്തെ ഐഡിയലിസ്റ്റ് അപ്രോച്ചുകൾക്ക് സ്ഥാനമില്ല. നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തവർക്ക് എടുക്കുക. ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ സാധാരണ പറയുക, അവരൊക്കെ ജീവിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുറേം കൂടി ഇരുട്ടിലായി എന്നെ, ഈ പറയുന്ന മനുഷ്യരൊന്നും. അതേസമയം സവർക്കർ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുറേം കൂടി പ്രകാശമാനമായി തന്നെ. അങ്ങനെയാണ് നമ്മൾ വേർതിരിച്ചെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കീർണമായ ഒരു തരത്തിലുള്ള ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ്. അത് മതത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. മതത്തെ ഉപയോഗിക്കല്ല, ജാതിയെ അല്ലെങ്കിൽ മതത്തെ ഒരു ജാതിയാക്കി പരിവർത്തിച്ചിട്ടുണ്ട്. ഈ പരിവർത്തിക്കുന്നതിനിടയിലും ബ്രാഹ്മണ്യം അവർ RSS പോലെയുള്ള സ്ഥലത്ത് കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. ഇപ്പോൾ പ്രസിഡൻറ്റിനെ അവർ ഈ പറയുന്ന ആദിവാസിയെ പ്രസിഡൻ്റാക്കും. അതേസമയം RSS സർസംഘചാലക് ചിത്പവൻ ആയിരിക്കും. മോഹൻ ഭാഗവതിൻ്റെ സ്ഥാനം കൊടുക്കില്ല. അവിടെ ആകെ ക്ഷത്രിയം വരെ എത്തിയിട്ടുള്ളൂ. രാജേന്ദ്ര സിംഗ് ഒരിക്കൽ സർസംഘചാലക്കാക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ, ഈ കോർ സംഘടനയുടെ ഉള്ളിൽ ഈ പറയുന്ന മനുവാദവും അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഫാസിസവും ഒക്കെ അവർ സൂക്ഷിക്കുമെങ്കിലും അവർ പുറത്തേക്ക് ജനാധിപത്യ പ്രതലത്തിൽ പെരുമാറുന്നത് ഒരു തരത്തിലുള്ള ഹിന്ദു റേസിസം, ഹിന്ദു വംശീയത സൃഷ്ടിച്ചാണ്. അതുകൊണ്ട് കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബ്രാഹ്മണ്യത്തെ സൂക്ഷിക്കുന്നത് ജാതിയുടെ ശ്രേണി അനുസരിച്ചല്ല. ഇന്ന് കേരളത്തിൽ ആരാ സവർണത പറയുന്നത്? കേരളത്തിൽ ആരാ ബ്രാഹ്മണ്യം പറയുന്നത്? കേരളത്തിൽ ബ്രാഹ്മണ്യം പറയുന്നത് ശൂദ്രരായ നായന്മാരും അതിന് പുറത്ത് കിടക്കുന്ന, ഈ ജാതി ശ്രേണിയിൽ പുറത്ത് കിടക്കുന്ന ഇഴവരുമാണ്. ഇവരാണ് കേരളത്തിൽ ബ്രാഹ്മണ്യം പറയുന്നതും പ്രവർത്തിക്കുന്നതും അതിൻ്റെ പൊളിറ്റിക്സിനെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ജാതി ശ്രേണി, പഴയ ജാതി ശ്രേണി വെച്ചിട്ടല്ല ബ്രാഹ്മണ്യം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ഈ സവർണതയുടെ സൂക്ഷിപ്പുകാർ എന്ന് പറയുന്നത്, ഇപ്പം കർണാടകത്തിൽ ഈ ദളിത് പ്രസ്ഥാനമൊക്കെ ഉയർന്നു വന്ന് ദളിത് ബണ്ടായ മൂവ്മെൻ്റ് എന്നാണ് പറയുക. ബണ്ടായ എന്ന് പറഞ്ഞാൽ ശൂദ്രരാണ്. ശൂദ്രരും ദളിതരും ഒന്നിച്ച് നിന്നിട്ടാണ്, ശൂദ്രർ തൊട്ട് ദളിതർ വരെയുള്ള ഭാഗം ഒന്നിച്ച് നിന്നിട്ടാണ് അവിടെ ഈ സാഹിത്യത്തിലും സംസ്കാരത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയത്. ഇവിടെ നായർ ശൂദ്രരാണെന്ന് ഒരുപക്ഷെ നായർക്ക് പോലും അറിയാത്ത തരത്തിലുള്ള ബ്രാഹ്മണ്യവും സവർണതയും അവരെ മൂടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തുള്ള ഓരോരുത്തരും അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഐഡിയൽ കാസ്റ്റായിട്ട് നായർ സമുദായം മാറിയിരിക്കുകയാണ് കേരളത്തിൽ മറ്റൊരു തരത്തിൽ. അപ്പം ഇങ്ങനത്തെ പരിണാമങ്ങൾക്കുള്ളിൽ വെച്ചുകൊണ്ട് ഈ സ്വതന്ത്ര സമുദായത്തെ എങ്ങനെ ആധുനികമായിട്ട് വായിക്കാം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ എത്തണം. ഈ സ്വതന്ത്ര സമുദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, ഇത് ഒരു ഭാഗം മാത്രമാണ് ഹിന്ദുമതം, ഇതെല്ലാ മതത്തിനും നിരാകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം വരുമ്പോൾ പോപ്പിനെ വിമർശിക്കുന്നുണ്ട്, പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യാനിയെ, കാത്തലിക് ക്രിസ്ത്യാനിയൊക്കെ വിമർശിക്കുന്ന തരത്തിൽ ഒരു ലോകവീക്ഷണമായിട്ട് ഇത് പരിണമിക്കുന്നുണ്ട്. ഈ ലോകവീക്ഷണം എന്ന് പറയുന്നത് ആധുനികതയിലേക്കുള്ള മാറ്റമാണ്. ആധുനികതയിലേക്കുള്ള മാറ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും നെഗ്ലിജിബിളായിട്ടുള്ള, ഏറ്റവും നിസ്സാരമായ സംഗതിയാണ് ഈ ജാതി മതം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ബോധ്യം വളർത്തണം. അപ്പോൾ സിറ്റിസൺ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വേറൊരു തരത്തിലുള്ള പൗരത്വ ബോധമൊക്കെ ഇന്ത്യയിൽ ഉണ്ടായി വന്നിട്ടുണ്ട് ഒരു പരിധി വരെ. ഒന്നുകിൽ നമ്മുടെ ബോധത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു തരത്തിലുള്ള ഡിസയറൊക്കെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്, പലതരത്തിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിറ്റിസൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും ഒരു തരത്തിലുള്ള റിലീജിയസ് മാൻ അല്ലെങ്കിൽ റിലീജിയസ് വുമൺ എന്ന് പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള ഒരു ബോധം അതിൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യം മതത്തിന് ജനാധിപത്യം എന്ന് പറയുന്ന വീട്ടിലെ ഒരു മുറി മതവും ജാതിയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അത് സെൻട്രൽ തീമായിട്ട് തീരുന്ന തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മുടെ ഈ സാംസ്കാരിക വാസ്തുവിദ്യയിൽ നടക്കുന്നുണ്ട്. ആ നടക്കുന്നത് പഴയ ബ്രാഹ്മണ്യത്തിൻ്റെ ഇക്വേഷൻസ് വെച്ചല്ല, മറിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പുതിയ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു തരം പ്രസരിപ്പോട് കൂടിയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സ്വതന്ത്ര സമുദായം അന്ന് 34 അതെങ്ങനെ ഉച്ചസ്ഥായിയിൽ പ്രതിഫലിച്ചോ അതേപോലെയുള്ള ഒരു ആധുനികമായിട്ടുള്ള ഒരു തുടർച്ച ഇതിന് ഈ കാലത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ പുസ്തകത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതി എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി.